പുതിയങ്ങാടി നേർച്ചയ്ക്കിടെ ആനയിടഞ്ഞ സംഭവത്തിൽ മലപ്പുറം ജില്ലാ കളക്ടറോട് റിപ്പോർട്ട് തേടി ഹൈക്കോടതി. പരിപാടിക്ക് അനുമതി നൽകിയതടക്കം വിശദീകരിക്കണം. ആനകളുടെ അകലം സംബന്ധിച്ച മാർഗനിർദ്ദേശത്തിൽ സർക്കാർ മറുപടി അറിയിക്കണമെന്നും കോടതി. സർക്കാർ അതോറിറ്റി കോടതി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നുവെന്നും വിമർശനം. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇന്നലെയാണ് ഈ പുതിയങ്ങാടി വലിയ നേർച്ചയ്ക്കിടെ ജനങ്ങളെ ആകെ ഭീതിതമാക്കുന്ന രീതിയിൽ ആന ഇടഞ്ഞ ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് പറയുന്നത്? ദുരിതവുമായി ബന്ധപ്പെട്ടുള്ള ഹർജി, അതോടൊപ്പം തന്നെ ആന എഴുന്നള്ളത്തെ വിഷയം പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതി നിലവിൽ ഈ പുതിയങ്ങാടിയിൽ നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ സംഭവത്തിൽ നടപടി സ്വീകരിച്ചിരിക്കുന്നത്. മലപ്പുറം ജില്ലാ കളക്ടറോട് നിലവിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. പരിപാടിക്ക് അനുമതി നൽകിയതിലടക്കമാണ് വിശദീകരണം നൽകേണ്ടത്. അത് മാത്രമല്ല, പരിപാടിക്ക് അനുമതി നൽകിയത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ, ഈ ഇടഞ്ഞ സംഭവം, അതായത് ആന ഇടഞ്ഞ സംഭവം, അതിന്റെ വിശദാംശങ്ങൾ, ഇതടക്കം സമഗ്രമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് മലപ്പുറം ജില്ലാ കളക്ടർ വരുന്ന തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. അതുമാത്രമല്ല, ഈ ആനകളുടെ അകലം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശത്തിൽ അത് നടപ്പിലാക്കുന്നതിൽ സർക്കാർ ഒരു വീഴ്ച വരുത്തുന്നുണ്ട്. അതിന്മേലെ ഏത് തരത്തിലുള്ള ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്? ഇക്കാര്യത്തിൽ ഒരു മറുപടി കൂടി അറിയിക്കണമെന്നാണ് ഡിവിഷൻ ബെഞ്ച് എടുത്തു പറഞ്ഞിട്ടുള്ളത്. വിഷയം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് എങ്കിലും ഇക്കാര്യത്തിൽ സർക്കാർ ഒരു മറുപടി അറിയിക്കണമെന്നുള്ള ഒരു നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ പുതിയങ്ങാടിയിലെ നേർച്ചയ്ക്കിടെ ആന ഇടഞ്ഞ സമയത്ത് അവിടെ കൊച്ചു കുഞ്ഞുങ്ങളടക്കം ആ മൈതാനത്ത്, ആ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു, ആ സ്ഥലത്തുണ്ടായിരുന്നു. മരിച്ചയാളുടെ കുടുംബത്തിന് ഏത് വിധത്തിലുള്ള നഷ്ടപരിഹാരമാണ് നൽകാൻ സാധിക്കുക? ആ കുടുംബത്തെ എങ്ങനെ പുനരധിവസിപ്പിക്കാൻ സാധിക്കും? ഇതടക്കമുള്ള കാര്യങ്ങളിലും സംസ്ഥാന സർക്കാർ വിശദമായിട്ടുള്ള ഒരു മറുപടി നൽകണമെന്ന് കൂടി ഹൈക്കോടതി എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഹൈക്കോടതി ഇടുന്ന ഉത്തരവുകൾ അത് പാലിക്കുന്നതിൽ സർക്കാർ അതോറിറ്റി വീഴ്ച വരുത്തുന്നുണ്ട് എന്നുള്ള ഒരു വിമർശനം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട്. എന്തായാലും അകലം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശത്തിൽ അവ്യക്തത ഉണ്ട് എന്നുള്ള ഒരു നിലപാട് ഇന്ന് അഭിഭാഷകർ ഹൈക്കോടതിയിൽ സ്വീകരിച്ചു. അത് എന്ത് അവ്യക്തതയാണ് എന്നുള്ള ഒരു ചോദ്യമാണ് അതിനുമേൽ ഹൈക്കോടതി ഉന്നയിച്ചത്. എന്തായാലും പുതിയങ്ങാടിയിൽ നേർച്ചയ്ക്കിടെ ആനയടഞ്ഞ സംഭവത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കണം. ഈ പരിപാടിക്ക് അനുമതി നൽകിയത് ഏത് വിധത്തിലാണ്, എന്തൊക്കെ മാനദണ്ഡങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് പരിശോധിച്ചിരുന്നു. മാത്രമല്ല, ഈ സംഭവം എങ്ങനെയാണ് ഉണ്ടായത്, അതിന്മേലുള്ള നടപടികൾ ഏത് വിധത്തിൽ സ്വീകരിച്ചു, ഇതടക്കമുള്ള റിപ്പോർട്ടാണ് വരുന്ന തിങ്കളാഴ്ച മലപ്പുറം ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടത്. നീലിമ.